നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വളരെ പവിത്രവും അതേസമയം ശക്തവുമായ ഒരു സംസ്കൃത സ്തോത്രത്തെക്കുറിച്ചാണ്. കാളഭൈരവാഷ്ടകം, അതായത് ശിവന്റെ ഏറ്റവും ഉഗ്രരൂപമായ കാളഭൈരവനെ സ്തുതിക്കുന്ന ഗീതം. അപ്പോ കാലഭൈരവൻ, കാലത്തിന്റെ ഒരു ഭീകരരൂപം. പക്ഷെ അവിടെ തന്നെ ഒരു രസകരമായ കാര്യമുണ്ട്. ഈ രൂപം കാണാൻ ഭയാനകമാണെങ്കിലും അങ്ങേയറ്റം കാരുണ്യമുള്ളവനാണെന്നും പറയപ്പെടുന്നു. എന്താണത്? നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് നമ്മുടെ പ്രധാന ചോദ്യം വരുന്നത്. എന്തിനാണ് നമ്മൾ ഇത്ര ഭയാനകമായ ഒരു രൂപത്തെ ആരാധിക്കുന്നത്? അല്ലേ, തലയൊട്ടിമാലയൊക്കെ ഇട്ട് വലിയ കോമ്പല്ലുകളൊക്കെയുള്ള ഒരു രൂപം. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയേറെ ആളുകൾ ഈ രൂപത്തെ ആദരിക്കുന്നത്? ഈ സ്തോത്രത്തിൽ തന്നെ അദ്ദേഹത്തെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ്: തലയോട്ടി കൊണ്ടുള്ള മാല, പേടിപ്പെടുത്തുന്ന പല്ലുകൾ, കറുത്ത ശരീരം, പിന്നെ രൗദ്രമായ താണ്ഡവ നൃത്തം ഇഷ്ടപ്പെടുന്ന ഒരാള്. ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു സംശയം വരും, അല്ലേ? എന്താണ് ഈ രൂപത്തിനു പിന്നിലെ യഥാർത്ഥ അർത്ഥം? നമുക്കൊരു കൗതുകം തോന്നും. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. ആരാണ് ഈ കാളഭൈരവൻ? ഈ സങ്കീർണമായ രൂപത്തിന് പിന്നിൽ എന്താണ്? നമുക്ക് ആ രഹസ്യമൊന്ന് ചുരുളഴിച്ചു നോക്കാം. ആ പേരിൽ തന്നെയുണ്ടെല്ലാം. കാളെന്ന് വച്ചാൽ കാലം അല്ലെങ്കിൽ മരണം, ഭൈരവെന്ന് പറഞ്ഞാൽ ഭയാനകം. അപ്പോൾ കാളഭൈരവനെന്ന് പറയുമ്പോൾ കാലത്തെയും ജനനമരണ ചക്രത്തെയും ഒക്കെ നിയന്ത്രിക്കുന്ന ആ വലിയ ശക്തിയാണ്. ഇത് വെറുമൊരു ഭീകരരൂപം മാത്രമല്ല, കാലത്തിനു മുകളിലുള്ള ഒരു അധികാരമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ കാളഭൈരവന്റെ പ്രധാന റോളുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1. ഇത് സാക്ഷാൽ ശിവന്റെ തന്നെ ഒരു ഉഗ്രരൂപമാണ്. 2. പുണ്യനഗരമായ കാശിയുടെ കാവൽക്കാരനാണ്. പിന്നെ തിന്മയെ നശിപ്പിച്ച് നല്ലവരെ രക്ഷിക്കുന്നവൻ. പോരാത്തതിന് മരണത്തെപ്പോലും ജയിച്ചവനാണ് കാളഭൈരവൻ. അപ്പോൾ വെറുമൊരു കാവൽക്കാരനല്ല, ഭക്തർക്ക് ഭയത്തിൽ നിന്ന് മോചനം നൽകി മരണത്തെ വരെ അതിജീവിക്കാൻ ശക്തി കൊടുക്കുന്ന ഒരു വലിയ സങ്കല്പമാണിത്. കാളഭൈരവന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കാനുള്ള താക്കോലാണ് ഈ 8 ശ്ലോകങ്ങളുള്ള സ്തോത്രം. നമുക്ക് അതിലേക്ക് കടക്കാം. നമ്മളീ പറയുന്ന കാളഭൈരവാഷ്ടകം 8ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാനായ ആദി ശങ്കരാചാര്യർ രചിച്ചതാണ്. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 എന്നാണല്ലോ അർത്ഥം. അപ്പോൾ ഇതിൽ 8 ശ്ലോകങ്ങളുണ്ട്. ഓരോ ശ്ലോകത്തിലും കാളഭൈരവന്റെ ഓരോ ഭാവത്തെയും ശക്തിയെയുമൊക്കെ അദ്ദേഹം വളരെ മനോഹരമായി വർണ്ണിച്ചിരിക്കുകയാണ്. ഇതിലെ ഒരു വരി ശ്രദ്ധിക്കൂ: കോടിക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയോടെ പ്രകാശിക്കുന്നവൻ. കണ്ടോ? ഒരേ സമയം ഭയാനകമായ രൂപം, പക്ഷേ അതേസമയം കോടി സൂര്യന്മാരുടെ പ്രകാശം, ഭക്തരെ പുനർജന്മത്തിൽ നിന്നും മോചിപ്പിക്കുന്നവൻ. ആ ഒരു കോൺട്രാസ്റ്റാണ് ഇതിന്റെ ഭംഗി. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന രൂപത്തിനപ്പുറം എന്താണ്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. ഇതിൻ്റെയൊക്കെ പ്രതീകാത്മകമായ അർത്ഥങ്ങൾ എന്താണെന്ന് നോക്കാം. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഉദാഹരണത്തിന് കാശി. കാശി എന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു സ്ഥലത്തെക്കുറിച്ചാണ് ഓർക്കുക. പക്ഷേ ഇവിടെ കാശി നമ്മുടെ പുരികങ്ങൾക്ക് നടുവിലുള്ള ആജ്ഞാചക്രത്തെയാണ്, അതായത് നമ്മുടെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ അദ്ദേഹത്തിൻ്റെ വാഹനമായ നായ കണ്ടിട്ടില്ലേ? അത് ഭൂതകാലത്തെക്കുറിച്ചോ ഭാവിയെക്കുറിച്ചോ ചിന്തിക്കാതെ എപ്പോഴും ഇപ്പോൾ, അതായത് വർത്തമാനകാലത്തിൽ ജീവിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ചോദിച്ചില്ലേ, എന്തിനാണ് ഈ ഭയാനകമായ രൂപമെന്ന്? അതിനുള്ള ഉത്തരം ഇതാണ്: ആ രൂപം നമ്മളെ പേടിപ്പിക്കാനല്ല, മറിച്ച് കാലം ഒരുനാൾ എല്ലാത്തിനെയും വിഴുങ്ങുമെന്ന വലിയ സത്യം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ്. ഒന്നും സ്ഥിരമല്ല. ഈ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലെ ഓരോ നിമിഷത്തിനും എത്രമാത്രം വിലയുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. ശരി, ഇത്രയൊക്കെ ആഴത്തിലുള്ള അർത്ഥങ്ങളൊക്കെയുണ്ട്. പക്ഷേ സാധാരണ ആളുകൾ എന്തിനാണ് ഈ സ്തോത്രം ദിവസവും ജപിക്കുന്നത്? അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രധാനമായും വിശ്വസിക്കപ്പെടുന്നത് ഈ സ്തോത്രം ജപിച്ചാൽ നമ്മുടെ ഉള്ളിലെ ഭയവും ടെൻഷനുമൊക്കെ കുറയുമെന്നാണ്. പിന്നെ നെഗറ്റീവ് എനർജികളിൽ നിന്നൊരു സംരക്ഷണം കിട്ടും. അതുമാത്രമല്ല, ആത്മീയമായി വളരാനും ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കാനും ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റാനും ഇത് സഹായിക്കുമത്രേ. അതായത് ഈ ലോകത്ത് ജീവിക്കാനുള്ള അഭിവൃദ്ധിയും ഒപ്പം മോക്ഷവും ഇത് നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ സ്തോത്രം ലക്ഷ്യം വയ്ക്കുന്നത് നമ്മുടെ പുറത്തുള്ള ശത്രുക്കളെയല്ല, ഉള്ളിലുള്ള ശത്രുക്കളെയാണ്. അതായത് ദുഃഖം, മോഹം, ദാരിദ്ര്യം, അത്യാഗ്രഹം, ദേഷ്യം, ഇതിനെയൊക്കെ നിയന്ത്രിക്കാനും ഇല്ലാതാക്കാനും ഈ സ്തോത്രം സഹായിക്കുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? എന്താണ് ഈ സ്തോത്രം നമുക്ക് തരുന്ന കാലാതീതമായ സന്ദേശം? അതിന്റെ കാതല് ഈയൊരു വരിയിലുണ്ട്: അവൻ നമ്മെ കർമ്മബന്ധനങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നു, നമ്മുടെ ആത്മാക്കളെ സ്വതന്ത്രമാക്കുന്നു. അതാണ് കാളഭൈരവാഷ്ടകത്തിന്റെ ഏറ്റവും വലിയ വാഗ്ദാനം. നമ്മുടെ ഭയങ്ങളെയൊക്കെ ഇല്ലാതാക്കി, കർമ്മത്തിന്റെ കെട്ടുപാടുകളിൽ നിന്നൊക്കെ നമ്മളെ ഫ്രീയാക്കി ഒരു ആത്മീയ സ്വാതന്ത്ര്യം നൽകുക. അതാണ് ലക്ഷ്യം. അപ്പോൾ അവസാനിപ്പിക്കുന്നതിനു മുൻപ് ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾക്ക് കാലവുമായിട്ടുള്ള ബന്ധം എന്താണ്? സമയം നിങ്ങളുടെ ഒരു സുഹൃത്താണോ, അതോ നിങ്ങളെപ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒരു ശത്രുവാണോ? ഈ
പഴയ സ്തോത്രത്തിലെ ആശയങ്ങൾ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കൂ.